കൊല്ലം പബ്ലിക് ലൈബ്രറി സമുച്ചയത്തിന്റെ നവീകരണത്തിന് തുടക്കമായി. 2024-25 സംസ്ഥാന ബഡ്ജറ്റിൽ ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ വികസന പദ്ധതികളുടെ ഭാഗമായാണ് കൊല്ലം പബ്ലിക് ലൈബ്രറി സമുച്ചയത്തിന്റെ നവീകരണത്തിന് 2 കോടി രൂപ വകയിരുത്തിയത്. ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും തുടർന്നുള്ള ടെൻഡർ നടപടികളും പൂർത്തിയാക്കിയതോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുന്നത്. പബ്ലിക് ലൈബ്രറി ക്യാമ്പസിൽ കൂടിയ യോഗത്തിൽ വെച്ച് നൌഷാദ് MLA നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന്റെ അഭിമാനമായി മാറേണ്ട യുവതലമുറയ്ക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. 1 ഇയറാണ് കാലാവധി, അത്രയൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എത്രയും വേഗത്തിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറ, നാളത്തെ ഈ നാടിൻ്റെ അഭിമാനങ്ങളായി മാറേണ്ട വ്യത്യസ്ത മേഖലകളിൽ വിരാജിക്കേണ്ട നമ്മുടെ യുവതലമുറയ്ക്ക് ഏറ്റവും ഫലപ്രദമായി ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൊല്ലം പബ്ലിക് ലൈബ്രറി. അത് കൂടുതൽ വിപുലമായ സൗകര്യത്തോടു കൂടി അവർക്ക് ഉപയോഗപ്രദമാക്കുവാൻ നമ്മളാൽ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഗോൾ മുഖത്താണ്, പോസ്റ്റിംഗ് കയറില്ല, ഗോൾ മുഖത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ജാഗ്രതയോടുകൂടി, ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അത് വേഗത്തിൽ പൂർത്തിയാക്കി തരണമേ എന്ന് കൊല്ലം ഡെപ്യൂട്ടി കളക്ടർ ജയമോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി അമൃതലാൽ, ട്രഷറർ POJ ലബ്ബ, ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.